നിങ്ങൾ ഒരു ദന്തരോഗിയുടെ അവകാശങ്ങളെപ്പറ്റി ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ദന്തരോഗികളുടെ അവകാശങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു വീഡിയോയിൽ ഒരു അവകാശമേ പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ചാനലാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിട്ടും. ആദ്യത്തെ പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോംഡ് കൺസെൻറ്റ് എന്നുള്ളതാണ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിവോടുകൂടിയുള്ള സമ്മതപത്രം. അറിവോടുകൂടിയുള്ള സമ്മതപത്രം ഒപ്പിടാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിൽ സമ്മതിക്കാറില്ല. ഈ അവകാശം ഇവിടെയുണ്ട്. എന്തിനാണ് അറിവോടുള്ള സമ്മതപത്രം എന്തിനാണെന്നറിയോ? ഒരു ചികിത്സ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ ചികിത്സ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചികിത്സ ചെയ്താൽ ഉണ്ടാകാവുന്ന റിസ്ക്, ആ ചികിത്സ ചെയ്താൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ലോങ് ടേം ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ്, ആ ചികിത്സയ്ക്ക് പകരമുള്ള മറ്റു ചികിത്സകൾ, ഈ ചികിത്സകളുടെ വില അല്ലെങ്കിൽ പ്രൈസ്, ഫീസ്, ഇത്രയും കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് നൽകിയതിന് ശേഷം, നിങ്ങളതൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ചികിത്സകൾ ആരംഭിക്കുന്നത്. ഇതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ദന്തചികിത്സയ്ക്ക് ചെയറിൽ കയറിയിരിക്കുന്നത് അതൊരു ഇംപ്ലൈഡ് കൺസെൻറ്റാണ്. നിങ്ങളുടെ വായു പരിശോധിക്കാനും നിങ്ങളുടെ ചികിത്സകൾ നിർദ്ദേശിക്കാനും. ചില കേസുകളിൽ ഈ അവസ്ഥയിൽ നമ്മൾ അതൊരു ഇംപ്ലൈഡ് കൺസെൻറ്റായിട്ട്, അതായത് നിങ്ങളുടെ കൺസെൻറ്റ്, നിങ്ങൾ തരുന്ന കൺസെൻറ്റ് പോലെ തന്നെയാണ് ചികിത്സകൾ നടക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചികിത്സ ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും ശ്രദ്ധിക്കണം. നിങ്ങൾക്കുള്ള അവകാശമാണത് അറിയേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ ഡെൻറ്റിസ്റ്റിനോട് ചോദിച്ചു മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് ചികിത്സയ്ക്ക് തയ്യാറാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് കൊണ്ടും സമൂഹത്തിലെ നമ്മളുടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 വിശ്വാസം, അതിൽ ആണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലക്രമത്തിൽ ഇൻഫോംഡ് കൺസെൻറ്റ് ഒരു ഫോം തരികയാണെങ്കിൽ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അത് കൃത്യമായി ഒപ്പിട്ട് കൊടുത്ത് നിങ്ങളതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു ഫോം ഉണ്ടാവണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ വേണ്ടത് ഇംഗ്ലീഷിൽ തരണം. അതായത് 2 ലാംഗ്വേജിൽ ഉണ്ടാവണമെന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പോകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഈ ചികിത്സയ്ക്ക് പകരമുള്ള ചികിത്സ എന്താണ്? ഈ ചികിത്സ ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇതിൻ്റെ റിസ്ക് എന്താണ്? ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ലോങ് ടൈം ഷോർട്ട് ടൈം കോംപ്ലിക്കേഷൻസ്, പിന്നെ ഉള്ളത് ഇതിന് എത്ര വില നിലവാരമുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതിൽ എന്താ അറിയോ? വളരെ തമാശയാണ്. ഈ ചികിത്സ ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഒരു ചികിത്സയും വേണ്ട എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഡോക്ടറോട് ഒരു ചികിത്സയും ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതാണ് ഇതൊക്കെ നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പക്ഷേ ഇതിനെയൊക്കെ ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇത് പാലിക്കേണ്ടി വരും. അപ്പോഴാണ് ആ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത്തും, അതോടൊപ്പം തന്നെ രോഗിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ ധൈര്യത്തോടെ ചികിത്സയിൽ പങ്കെടുക്കാനുള്ള അവസരം തരും. അതായത് എൻ്റെ ശരീരത്തിൽ എന്ത് നടത്തണമെന്നുള്ള പൂർണ്ണമായ അവകാശം എനിക്ക് തന്നെയാണെന്നുള്ളത് സ്ഥാപിച്ചെടുക്കുന്നതാണ് ഇൻഫോംഡ് കൺസെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിയമം ഉദ്ദേശിക്കുന്നത്. ഇനിയും അടുത്തൊരു അവകാശമായിട്ട് അടുത്ത ദിവസം വരാം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം.